ഇത് നമ്മൾ കിലോ പേരാണ് നമ്മളിത് പറിക്കാൻ പോകണമെന്ന്. അപ്പം ഇന്ന് നമ്മളെ പേരക്ക നമ്മൾ പറിക്കാൻ പോകണം. ഇത് നമ്മളെ കിലോ പേരൻ്റെ തൈയാണ് കണ്ടോ. ഇത് കിലോ പേര പറഞ്ഞാൽ നമ്മൾ ഇവിടെ അങ്ങോട്ട് കാണിച്ചു കൊടുത്താൽ ഇതാണ് നമ്മളെ പേരക്ക കണ്ടില്ലേ. ഇത് നമ്മളെ കിലോ പേരയാണ്. അത്യാവശ്യം പാകമായിട്ടുണ്ട്. ഇതിൻ്റെ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ഇത് കണ്ടോ കൊണ്ട് ഇതും ഉണ്ടായതാണ്. അത് ചെറുതാണ്. അതുപോലെ ഈ ഭാഗത്തൊക്കെ ഇത് കാണിച്ചു കൊടുത്താൽ ഇവിടെ കണ്ടില്ലേ പൂവിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇതൊക്കെ ഫ്ലവറാണ്. അതുപോലെ ഇവിടെ ഉണ്ട്. ഇതൊക്കെ ഫ്ലവർ കഴിക്കാൻ പോണ കിലോ പേര നമ്മൾ കണ്ടില്ലേ. ഇതും ഉണ്ടായ പേരൊക്കെയാണത്. അത്യാവശ്യം നല്ല സൈസുള്ള പേരയാണ്. കണ്ടില്ലേ ഒരു കയ്യിൽ അത് പോകുന്നിപ്പോൾ. ഏതായാലും കത്തിരിക്ക നമ്മൾ വെറുതെ എടുക്കൂലേ. അതേപോലെ ഇതുമ്മ പേരുണ്ടായിട്ടുണ്ട് കേട്ടോ. ഇതുമ്മ കാണിച്ചില്ലേ പക്ഷെ വേണ്ടത്. പിന്നെ ഇതുണ്ടല്ലേ ഇതുമ്മ ചെറിയ കായകൾ ഉണ്ടായിട്ടുണ്ട്. ഇതൊക്കെ ചെറുതാണ്. അതുപോലെ ഇവിടെ ഉണ്ട്. ഇതിങ്ങനെ പൂവിട്ടിട്ടുണ്ട് ഈ ഭാഗത്തൊക്കെ. അപ്പോൾ ഇത് നമുക്ക് ഇനി നോമ്പ് പറഞ്ഞതിന് ശേഷം നമുക്കിത് കട്ട് ചെയ്ത് നോക്കാം. അത് നല്ല വലുപ്പമുള്ള പേരൊക്കെ ഉണ്ടത് കാണിച്ചു തരാം. അത്യാവശ്യം നല്ല സൈസ് ഉണ്ട് ഈ പേര. ഇത് കൂടുതലൊന്നും ഉണ്ടാവില്ല ഇതിൽ. പിന്നെ കൂടുതൽ കായകൾ ഉണ്ടാവില്ല. പക്ഷെ എല്ലാതും നല്ല വലുപ്പം ഉണ്ടാവും. എത്ര വലുപ്പുണ്ട് നോട്ടെ. നല്ല വലുപ്പല്ലേ. പിന്നെ എന്താ വെച്ചാല് കൂടുതൽ കായകളൊന്നും ഉണ്ടാവില്ല. എല്ലാതും നല്ല സൈസ് ഉണ്ടാവും. ഇപ്പൊ പിന്നെ ഇപ്പൊ ഇനി 3 പേരക്കിപ്പുറമല്ലേ. ഇവിടെ ഒന്നുണ്ട്. അതുപോലെ ഇവിടെ 2 എണ്ണം ഉണ്ട്. പിന്നെ കൂടുതൽ കുറെ പൂടുന്നുണ്ട് കേട്ടോ. ഇവിടെയൊക്കെ ഇതിലൊക്കെ പൂവിട്ട് വരുന്നുണ്ട്. 2-4 പൂവുകളുണ്ട്. ഇവിടെ ഒരു 3-4 പൂക്കൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. 3-4 പൂവുണ്ട് ഇവിടെ ഈ കമ്പിൽ. ഇവിടെ 2-4 പൂവുണ്ട്. അങ്ങനെ ഉള്ളതൊക്കെ പെട്ടെന്ന് കായായി കിട്ടും. കേടുണ്ടാവില്ല ഇതിന്. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. പിന്നെ ഉള്ളത് നമ്മൾ തായ്പിങ്ങ ഇതിന് മുന്നൊക്കെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. തായ്പിങ്ങിന് എന്താ വെച്ചാൽ വേനൽക്കാലത്ത് പ്രശ്നമൊന്നുമില്ല. മഴക്കാലത്ത് ഇതിലൊക്കെ പുഴുക്കൾ വരാനുള്ള ചാൻസ് കൂടുതലാണ്. ഇത് പാകമായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അതുപോലെ ഒരുപാട് കായ ഉണ്ടായിട്ടുണ്ട്. ഈ സമയത്ത് ഇതിനൊരു 10-50 കായോളം ഇതിന്മേൽ പിടിച്ചിട്ടുണ്ട്. ഇങ്ങനെ ചെറുതും വലുതൊക്കെ ആയിട്ടില്ല. ഇതിൻ്റെയൊക്കെ തൈകൾ നമ്മുടെ അടുത്തുണ്ട് കേട്ടോ. തായ്പിങ്ങും തായ്പിങ് ഉണ്ട്. അതുപോലെ കിലോ പേരൻ്റെ തൈ ഉണ്ട്. പേര നമുക്ക് കുറച്ചുകൂടി പഴുത്തിട്ട് കട്ട് ചെയ്ത് ജ്യൂസ് അടിക്കാൻ നല്ല ടേസ്റ്റാണ്. ജ്യൂസ് അടിക്കാനൊക്കെ ഇതിൻ്റെ തൈയാണ് ഈ കാണുന്നത് കിലോ പേരൻ്റെ. നന്നായി വന്ന് കയർ ചെയ്തെടുത്ത് തൈയാണ് കൂട്ടിട്ടുണ്ട്. അത്രേ ഉള്ളൂ. പിന്നെ തൈകളൊക്കെ ആർക്കെങ്കിലും വാങ്ങുന്നുണ്ടെങ്കിലേ നമ്മൾ പറഞ്ഞാൽ നമ്മൾ തൈകൾ റെഡിയാക്കി തരുന്നുണ്ടെങ്കിൽ. ഇനിയിപ്പോൾ ലെയർ ചെയ്യാൻ പറ്റില്ല. ഇനി മഴക്കാലമായിട്ട് നമ്മൾ ലെയർ ചെയ്ത് വെക്കും. മഴയാകുമ്പോൾ പെട്ടെന്ന് പിടിച്ചിട്ട്. ഇതിപ്പോൾ വേനൽക്കാലമാകുമ്പോൾ എന്താണ് പെട്ടെന്ന് വേര് വരാൻ പ്രയാസമാണ്. നമ്മൾ നനച്ചു കൊടുക്കണമൊക്കെ ഉണ്ട്. എന്നാലും വേര് വന്നിട്ട് പ്രയാസമാണ്.